സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരും. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്തിയേക്കും. 2 മുതൽ 3 വരെയാണ് താപനില ഉയരുക. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, നമ്മുടെ സുലൈമാൻ അബ്ദുൽ ഖാദറാണെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു പാലക്കാട് കമന്റ് കാണുന്നില്ല. അതെന്ന് പറഞ്ഞാൽ പാലക്കാട് പൈപ്പ് തുറക്കുമ്പോഴേക്കും ചൂടുവെള്ളമാണ് വരുന്നത്. ഇവിടെ ഹീറ്ററിൻ്റെ കാര്യമൊന്നുമില്ല, കൊടുംചൂടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊടുംചൂട് പാലക്കാട് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കണം അല്ലേ അലക്സ്? ഹാഷ്മി, നിസ്സംശയം പറയാം, ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ യഥാർത്ഥ ചൂട് അതുക്കും മേലെയാണ് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നും നാളെയും പല ജില്ലകളിൽ 9 ജില്ലകളിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്നും നാളെ ഉയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാകട്ടെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണ ആ ജില്ലകളിൽ ഉണ്ടാകുന്ന ചൂടിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട് എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പുറത്തിറങ്ങുമ്പോൾ അടക്കമുള്ള നിർജ്ജലീകരണം തടയാൻ അടക്കമുള്ള സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാതിരിക്കാനുള്ള, അതുപോലെ തന്നെ ഈ തീപിടുത്തം അടക്കം തടയാനുള്ള അതിനുള്ള അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് കൃത്യമായി തന്നെ പാലിക്കണം. നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ അത് പാലക്കാട് മാത്രമല്ല പലയിടങ്ങളിലും ഈ സമയത്ത് പൈപ്പ് തുറക്കുമ്പോൾ ചൂടുവെള്ളം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ചുട്ടുപൊള്ളി കിടക്കുകയാണ് വെള്ളമടക്കം എന്നുള്ളതാണ്. അതങ്ങനെ ആ ചൂട് തുടരും അടുത്ത ദിവസങ്ങളിൽ വന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വരുന്നത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കേരള തീരത്ത് 0.5 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. സമാനമായി തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടി വന്നാൽ അത് ചെയ്യണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മത്സ്യബന്ധന യാനങ്ങൾ അവരുടെ ഉപകരണങ്ങളൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഒപ്പം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഹാഷ്മി.